പ്രഭാഷകന്റെ പുസ്തകം 8-ാം അധ്യായം. ശക്തനോട് മത്സരിക്കരുത്, നീ അവനെ പിടിയിൽപ്പെടും. ധനവാനുമായി കലഹിക്കരുത്, അവൻ നിന്നെ നശിപ്പിക്കും. സ്വർണം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, രാജാക്കന്മാരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. വായാടിയോട് വാദിച്ച് അവൻ്റെ അഗ്നിയിൽ വിറകിട്ട് കൊടുക്കരുത്. സംസ്കാരശൂന്യനോട് അധികം അടുക്കരുത്. നിന്റെ പൂർവികന്മാർ കൂടി മേൽക്കും. പശ്ചാത്തപിക്കുന്ന പാപിയെ പരിഹസിക്കരുത്. നമുക്കും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഓർമ്മിക്കണം. വൃദ്ധരെ നിന്ദിക്കരുത്, നമുക്കും പ്രായമാകുകയല്ലേ. ആരുടെയും മരണത്തിൽ സന്തോഷിക്കരുത്, നമുക്കും മരണമുണ്ട്. ജ്ഞാനികളുടെ മൊഴികളെ നിസ്സാരമാക്കരുത്, ആപ്തവാക്യങ്ങൾ ഹൃദിസ്ഥമാക്കുക, അവ നിന്നെ പ്രലോഭിപ്പിക്കും. മഹാന്മാരെ സേവിക്കേണ്ടത് എങ്ങനെയെന്ന് നീ ചിരിക്കുകയും ചെയ്യും. വൃദ്ധരുടെ ഉപദേശം ആദരിക്കുക, എന്തുകൊണ്ടെന്നാൽ അവർ തന്നെ തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്നാണ് പഠിച്ചത്. അവരിൽ നിന്ന് നിനക്ക് അറിവ് ലഭിക്കും. അവസരത്തിനൊത്ത് മറുപടി പറയാൻ നിനക്ക് കഴിയും. പാപിയുടെ കനൽ ഊതി കത്തിക്കരുത്, അതിൻ്റെ ജ്വാലയിൽ നീ ദഹിച്ചു പോകും. ഉദ്ധിതനോട് കിടമത്സരം വേണ്ട, നിന്റെ വാക്കുകൾ കൊണ്ട് തന്നെ അവൻ നിനക്ക് കെണിയൊരുക്കും. നിന്നേക്കാൾ പ്രബലന് കടം കൊടുക്കരുത്, കൊടുത്താൽ പോയത് തന്നെ. കഴിവിനപ്പുറം ജാമ്യം നിൽക്കരുത്, നിന്നാൽ പണം കരുതി കൊള്ളുക. ന്യായാധിപന്മാരെക്കെതിരെ വ്യവഹരിക്കരുത്, വിധി അവന് അനുകൂലമായി ഇരിക്കും. വഴക്കാളിയോടുകൂടെ നടക്കരുത്, അവൻ നിനക്ക് ഭാരമായി തീരും. അവൻ തോന്നുംപടി നടന്ന് നിന്നെയും അപകടത്തിൽ പാടിക്കും. ക്ഷിപ്രകൂപിയോട് വഴക്കിന് നിൽക്കുകയോ അവനോടൊത്ത് വിജനപ്രദേശത്ത് സഞ്ചരിക്കുകയോ ചെയ്യരുത്. രക്തം ചൊരിയുവാൻ അവന് മടിയില്ല. സഹായിക്കാൻ ആരുമില്ലെന്ന് കണ്ടാൽ അവൻ അടിച്ചു വീഴ്ത്തും. ഭോഷൻ്റെ ഉപദേശം തേടരുത്, അവന് രഹസ്യം സൂക്ഷിക്കാനാകുകയില്ല. ഗോപ്യമായിരിക്കേണ്ടതൊന്നും അന്യർ കാണുക ചെയ്യരുത്, അവൻ അത് എങ്ങനെ മുതലാക്കുമെന്ന് ആർക്കറിയാം. എല്ലാവരോടും എല്ലാം തുറന്നു പറയരുത്, അത് നിന്റെ സന്തോഷം കെടുത്തിയേക്കാം. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.